ശുചിത്വം അറിവ് നൽകും. 7ാം ക്ലാസ്സിലെ ക്ലാസ് ലീഡറായിരുന്നു അശോക്. അവന്റെ അധ്യാപകൻ വിദ്യാർത്ഥികൾ മുടങ്ങാതെ പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്നും പങ്കെടുക്കാത്തവർക്ക് കഠിന ശിക്ഷ ലഭിക്കും എന്നും പറഞ്ഞിരുന്നു. അന്ന് ഒരു കുട്ടി മാത്രം വന്നില്ല. ആരാണത് എന്ന് പട്ടികയിൽ നോക്കിയപ്പോൾ മുരളിയാണത് എന്ന് മനസ്സിലായി. ക്ലാസ് ലീഡർ അശോക് മുരളിയുടെ പക്കൽ ചെന്ന്, എന്താ മുരളി, നീ എന്താ ഇന്ന് പ്രാർത്ഥനയ്ക്ക് വരാഞ്ഞേ? മുരളി മറുപടി പറയാൻ തുടങ്ങിയതും അധ്യാപകൻ ക്ലാസ് റൂമിലേക്ക് കയറി വന്നതും ഒരേ സമയത്തായിരുന്നു. അശോക്, ഇന്ന് ആരൊക്കെയാ പ്രാർത്ഥനയ്ക്ക് വരാതിരുന്നത്? സാർ, ഇന്ന് പ്രാർത്ഥനയ്ക്ക് എല്ലാരും വന്നിരുന്നു, മുരളി മാത്രം വന്നില്ല. എന്താ മുരളി, അശോക് പറഞ്ഞത് സത്യമാണോ? നീ ഇന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്തില്ലേ? ഇല്ല സർ, ഇന്ന് ഞാൻ പ്രാർത്ഥനയിൽ പങ്കെടുത്തില്ല. അധ്യാപകൻ എന്താണാവോ പറയാൻ പോകുന്നതെന്നുള്ള ജിജ്ഞാസയിൽ ക്ലാസ് റൂം ശാന്തമായി കാണപ്പെട്ടു. അവനെ നോക്കിയ വിദ്യാർത്ഥികളെല്ലാവരും ഇന്നെന്തായാലും മുരളിക്ക് ശിക്ഷ ലഭിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു. കാരണം അവർക്ക് മുരളിയെ അത്ര ഇഷ്ടമായിരുന്നില്ല. മുരളി നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുമാണ്. അവന്റെ കൈയക്ഷരം വളരെ മനോഹരമായിരുന്നു. അധ്യാപകൻ കൊടുക്കുന്ന ഹോംവർക്ക് എല്ലാം അന്നന്ന് തന്നെ എഴുതി പൂർത്തിയാക്കുകയും ചെയ്യുമായിരുന്നു. അതിനാൽ മറ്റു വിദ്യാർത്ഥികൾ അവനെ കാണുമ്പോൾ തന്നെ വെറുപ്പ് പ്രകടമാക്കിക്കൊണ്ടിരുന്നു. നോക്ക് മുരളി, ആര് തെറ്റ് ചെയ്താലും അതിനുള്ള ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അതിനു മുമ്പ് നീ എന്തുകൊണ്ടാണ് പ്രാർത്ഥനയിൽ പങ്കെടുക്കാത്തതെന്ന് പറയൂ. സാറേ, പതിവ് പോലെ പ്രാർത്ഥന ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ക്ലാസ് റൂമിൽ എത്തിയിരുന്നു. എന്നാൽ ക്ലാസ്സിലെ വിദ്യാർത്ഥികളെല്ലാം അപ്പോൾ പ്രാർത്ഥനയ്ക്ക് പോയി കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ഞാൻ ക്ലാസ് റൂം ശ്രദ്ധിച്ചത്. ഭയങ്കര പൊടി, കീറിയ കടലാസ് കഷ്ണങ്ങൾ അവിടെ ചിതറിക്കിടന്നിരുന്നു. ക്ലാസ് റൂം കാണാൻ തന്നെ മഹാവൃത്തികേടായിരുന്നു. മാത്രമല്ല, ഇന്നിത് ശുചിയാക്കേണ്ട വിദ്യാർത്ഥികൾ അത് ചെയ്യാതെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായി പോയെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ഞാനെങ്കിലും ഇവിടം വൃത്തിയാക്കാമെന്ന് കരുതി അത് ചെയ്തു. അപ്പോഴേക്കും പ്രാർത്ഥന തുടങ്ങിയതിനാൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല സാർ. അവർക്ക് പകരം നീ എന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന് സാർ ചോദിക്കുമായിരിക്കും. നല്ലത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നു സാർ. മാത്രമല്ല, ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി സാറ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. വൃത്തിഹീനമായ സ്ഥലത്തിരുന്ന് പഠിച്ചാൽ എങ്ങനെയാണ് സാർ അറിവ് വരിക? അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ സാറ് തരുന്ന എന്ത് ശിക്ഷ വേണമെങ്കിലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. വളരെ നല്ലത് മുരളി. നിന്നെപ്പോലെ ഓരോരുത്തരും പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പള്ളിക്കൂടം ശുചിത്വമുള്ളതായി തീരും. നീ എന്റെ വിദ്യാർത്ഥിയാണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു മുരളി. നിന്നെ ഞാൻ ശിക്ഷിക്കില്ല. അധ്യാപകൻ മുരളിയെ അഭിമാനത്തോടെ നോക്കി. കുട്ടികളെ, കണ്ടില്ലേ മുരളിയുടെ സംസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു വിദ്യാർത്ഥികളെ അർത്ഥമുള്ള ഒരു നോട്ടം നോക്കി. ഗുണപാഠം: സതുദ്ദേശത്തോടെയുള്ള പ്രവൃത്തികൾ പ്രശംസാർഹമാണ്.